നമസ്കാരം ശ്രീ ധനുഷ്. ഈ ഭൂമിയിൽ നിന്ന് ചിലരൊക്കെ അവരുടെ ജീവിതമൊക്കെ കഴിഞ്ഞ് പിന്മാറിയാലും അവരവശേഷിപ്പിച്ചിട്ട് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഓരോ രംഗത്തുള്ളവരും ഓരോ തരത്തിലാണ്. കവിയാണെങ്കിൽ കവിത ഇവിടെ അവശേഷിക്കും. അതുപോലെ മറ്റ് വലിയ ബിസിനസ് സാമ്രാജ്യക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നൽകിയിട്ട് പോകുന്ന ആ സാമ്പത്തിക ഉറവിടം മറ്റ് പല രീതിയിലും തുടരും. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ആ ആളിൻ്റെ അഭിനയ വൈഭവം, ഇപ്പം തിലകനെ പോലുള്ളവരുടെയൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെയുള്ള ഒരു അഭിനേത്രിയാണ് കവിയൂർ പൊന്നമ്മ. ഈ സമീപകാലത്താണ് വിട പറഞ്ഞത്. പക്ഷേ അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹ മാധ്യമങ്ങൾ, യൂട്യൂബർമാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനസ്യൂതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവരുടെ വിവാഹത്തിനെ തുടർന്ന് മതം മാറ്റം അല്ലേ, അങ്ങനെയൊക്കെയുള്ള കുടുംബജീവിതത്തെക്കുറിച്ച്. ഇത് ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആലപ്പി അഷ്റഫ് ഈയിടെയായി യൂട്യൂബ് ചാനലിലൂടെ പറയുന്ന പല കാര്യങ്ങളും വിവാദമായി മാറാറുണ്ട്. സാർ ഈയിടയ്ക്ക് കേട്ട് കാണും, ആലപ്പി അഷ്റഫ് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ദേവാസുരം സിനിമയിൽ ആറാം തമ്പുരാൻ സിനിമയിൽ അതിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയായ രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ മുഖത്ത് അടിക്കുകയും അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ സെറ്റിൽ നിന്ന് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വലിയ വിവാദമായി. രഞ്ജിത്തിൻ്റെ സ്വഭാവം വെച്ചാണെന്നുണ്ടെങ്കിൽ സ്വഭാവം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ശരിയാണ് എന്ന് എനിക്കത് അങ്ങനെ പറയാൻ സാധിക്കും. പക്ഷെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചെതിർക്കാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി കണ്ടിട്ട് നല്ല നടനാണ്, നല്ല അസാധ്യ നടനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പല മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസും ഇന്നും മലയാള സിനിമയിൽ ആർക്കും കൊടുക്കാൻ കഴിയാത്തതാണല്ലോ. മലയാള സിനിമയിൽ മൈന്യൂട്ടായിട്ട് എക്സ്പ്രഷൻസ് കൊടുക്കുന്നതിലെ രാജാവാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് ഒരുപക്ഷെ തിലകനോ നെടുമുടി വേണുവിനോ പോലും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ മുഖം നോക്കി അടിച്ചെന്നും അങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കരഞ്ഞുകൊണ്ട് പോയി എന്ന ആലപ്പി അഷ്റഫിൻ്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായി. രഞ്ജിത്ത് അതിൽ പ്രതികരിച്ചിട്ടില്ല, പക്ഷേ സംവിധായകൻ പത്മകുമാറൊക്കെ അതിൽ പ്രതികരിച്ചു. സംഭവം ഉള്ളതാണ്. അപ്പോൾ ആലപ്പി അഷ്റഫ് കയ്യിന്നിട്ട് പറഞ്ഞതല്ല, പക്ഷേ ഫീൽഡുമായി ബന്ധമുള്ളതാണ്. പക്ഷേ സംഭവം അദ്ദേഹം പറഞ്ഞ രീതിയിലല്ല. ചെറിയൊരു വാക്ക് തർക്കമുണ്ടായി, അതിൻ്റെ പേരിൽ ചെറിയ ശബ്ദമുയർത്തി ഒന്ന് സംസാരിക്കേണ്ടി വന്നു എന്നാണ് പത്മകുമാർ പറയുന്നത്. അപ്പോൾ രണ്ട് വേർഷൻ ഉണ്ട് ഇതിന്. അപ്പോൾ ആലപ്പി അഷ്റഫ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുന്നത് വളരെ സെൻസിബിളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞ കഥകൾ അദ്ദേഹം ഒന്നുകൂടെ പറയുന്നതായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തെക്കുറിച്ച്, അമ്മയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. കവിയൂർ പൊന്നമ്മ നമുക്കറിയാം, ആ അഭിനേത്രിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അമ്മ വേഷങ്ങളല്ലാതെ വേറെ ഒന്നും ഓർമ്മയിലേക്ക് വരില്ല. പക്ഷേ കവിയൂർ പൊന്നമ്മയ്ക്ക് അമ്മ വേഷം ചെയ്യാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അത് സാററിഞ്ഞറിയാമല്ലോ. കവിയൂർ പൊന്നമ്മയോട് ഏത് വേഷമാണ് ചെയ്യാൻ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ കവിയൂർ പൊന്നമ്മ പറഞ്ഞ ഒരു മറുപടി എന്നെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. അത് കവിയൂർ പൊന്നമ്മയ്ക്കുള്ളിലെ അഭിനേത്രിയുടെ ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹമാണ്. ക്രൂരയായിട്ടുള്ള സ്ത്രീ അവരുടെ വേഷം ചെയ്യണം എനിക്ക്, അതായത് വില്ലത്തികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ. പക്ഷേ തനിക്ക് കിട്ടുന്നത് ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്, സ്നേഹനിധിയായിട്ടുള്ള അമ്മയുടെ വേഷം. അപ്പോൾ മോഹൻലാലിനെയൊക്കെ ഞാൻ എൻ്റെ ഒരു മകനെ പോലെയാണ്, എനിക്ക് പിറക്കാതെ പോയ മകനാണ് എന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ നല്ലൊരു സിങ്കൊക്കെ ഉണ്ട്. പക്ഷേ ധനുഷ, ഈ ഒരിക്കലും കവിയൂർ പൊന്നമ്മയെ ഒരു വില്ലത്തിയായിട്ട് ഈ മലയാളി പ്രേക്ഷകർക്ക് അങ്ങോട്ട് കാണാൻ കഴിയത്തില്ല. അത് കവിയൂർ പൊന്നമ്മ അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ആയി പോയതുകൊണ്ടാണ്. അങ്ങനെ തിങ്കളാഴ്ച നല്ല ദിവസത്തിൽ വരുന്ന ആ അമ്മയുടെ റോള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സിനിമ പത്മരാജൻ്റെ സിനിമയാണത്. അതിലെ അഭിനയവും ഒക്കെ തന്നെ ഗംഭീരമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആദ്യം ഓരോരുത്തരെ ഏത് തരത്തിലാണോ ഒരു ടൈപ്പ് അങ്ങ് സൃഷ്ടിച്ച് വെക്കുന്ന ആ ടൈപ്പിലൂടെ അങ്ങ് പോകും. ആ ടൈപ്പിലൂടെ ചിലരൊക്കെ വില്ലന്മാരില്ലേ. ഇപ്പൊ ടി.ജി. രവി ഒരു കാലത്ത് വില്ലനായിരുന്നു. അല്ല, ദേവൻ അറിയാമല്ലോ. ദേവൻ ഒരു കാലത്ത് ഇവിടെയുള്ള മാസികകൾ എഴുതിയിരുന്നത് മോഹൻലാലിനെ മമ്മൂട്ടിയെ കവച്ചു വയ്ക്കും ദേവൻ എന്നാണ്. പക്ഷെ ദേവൻ ഒരു വില്ലൻ കഥാപാത്രം ചെയ്തതേ ഉള്ളൂ.
അതെല്ലാം അങ്ങ് പോയി. പിന്നീട് ദേവൻ എല്ലാത്തിലും ദേവൻ വില്ലനായി, സ്ത്രീലമ്പടനായി, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ബലാത്സംഗ വീരനായൊക്കെ ചിത്രീകരിക്കുന്ന കാഴ്ച. ഒരു സിനിമയിൽ വില്ലൻ കഥാപാത്രം ചെയ്തു. മോഹൻലാലും ആദ്യം വില്ലനല്ലായിരുന്നു. മോഹൻലാൽ ആദ്യം വില്ലനായിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ കവിയൂർ പൊന്നമ്മ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു അമ്മ വേഷമല്ലാതെ വേറെ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരില്ല. ക്രൂരിയായിട്ടുള്ള സ്ത്രീയായിട്ടൊന്നും നമുക്ക് സങ്കല്പിക്കാനേ സാധിക്കില്ല കവിയൂർ പൊന്നമ്മയെ. അപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതാണ് ആലപ്പി അഷ്റഫ്, നമ്മൾ കേട്ട കഥ തന്നെയാണ്. അത് കവിയൂർ പൊന്നമ്മ പ്രണയിച്ചത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അമ്മ പ്രണയിച്ചത് JC കുറ്റിക്കാട് എന്ന് പറഞ്ഞ പ്രശസ്ത സംവിധായകനെയായിരുന്നു. അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യും നമ്മൾ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആ പ്രണയം നമ്മളെ കൊണ്ടെത്തിക്കും. പ്രണയം അന്ധമാണെന്നൊക്കെ പറയുന്നത് വളരെ സത്യമാണ്. കാരണം ആ പ്രണയത്തിന് മുന്നിൽ നമ്മൾ വീട്ടുകാരെ നോക്കില്ല, നാട്ടുകാരെ നോക്കില്ല, വരും വരായികളൊന്നും തന്നെ ചിന്തിക്കില്ല. എങ്ങനെയെങ്കിലും ആ പ്രണയം സഫലീകരിക്കണം എന്നുള്ളൊരു മോഹം മാത്രമേ നമുക്ക് മുന്നിൽ എപ്പോഴും കാണപ്പെടൂ. അങ്ങനെ സഫലീകരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ പല ആൾക്കാരും പ്രണയത്തിൻ്റെ പടുകുഴിയിലേക്ക് എടുത്ത് ചാടാറുണ്ട്. അത് പ്രണയത്തിൻ്റെ പടുകുഴിയിലേക്ക് എടുത്ത് ചാടി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി അവർ മനസ്സിലാക്കുന്നത്, അബദ്ധമായി പോയി എന്ന്. പിന്നീട് തലയിൽ കൈവച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ, നീ എൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയത് കൊണ്ടാണ് എനിക്ക് ഈ ദാമ്പത്യ ജീവിതം, ഈ ബാധ്യതകൾ, ഈ പ്രാരാബ്ദമെല്ലാം അവിടുന്ന്. അങ്ങനെ എത്രയോ കുടുംബങ്ങളെ എനിക്കറിയാം. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ജീവിക്കുന്നതാണ്. എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാതെ പോയതിൻ്റെ കാര്യം നീയാണ്, കാരണം നീ ആ സമയത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. പിന്നീട് ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു സ്റ്റേച്ചർ അങ്ങോട്ട് മാറും. കാരണം ജീവിക്കാൻ പണം വേണമല്ലോ. അത് പക്ഷേ കവിയൂർ പൊന്നമ്മ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച ഒരു സ്ത്രീയായിരുന്നു. കാരണം ഈ JC കുറ്റിക്കാട് എന്ന പ്രശസ്ത സംവിധായകനുമായി അതിതീവ്ര പ്രണയമുണ്ടായിരുന്നപ്പോൾ JC കുറ്റിക്കാടിന് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മയുമായുള്ള വിവാഹം നടക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതത്തിലേക്ക് കവിയൂർ പൊന്നമ്മ ക്രിസ്ത്യാനിയായിട്ടും പരിവർത്തനപ്പെടണം എന്നുള്ളതായിരുന്നു JC കുറ്റിക്കാടിൻ്റെ വലിയ രീതിയിലുള്ള ഡിമാൻഡ്. പക്ഷേ കവിയൂർ പൊന്നമ്മയെ അതിതീവ്രമായിട്ടുള്ള പ്രണയമായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം പുഷ്പം പോലെ നിരസിക്കുകയും ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്ത കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പുതിയ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അതിനെ നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിച്ചതിനെ തേപ്പ് എന്ന് പറഞ്ഞതിന് അങ്ങനെ വിളിച്ചതിന്. പക്ഷേ കവിയൂർ പൊന്നമ്മ വളരെ സ്ട്രിക്റ്റായിട്ട് വളരെ കൂളായിട്ട് ആ തീരുമാനമെടുത്തു. തൻ്റെ സ്വാഭിമാനം വിട്ടൊരു കളിയുമില്ല എന്ന് കവിയൂർ പൊന്നമ്മ മനസ്സിലാക്കിയ ശേഷം അവർ ആ പ്രണയത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ്. ഈ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മതം മാറണം എന്ന ഡിമാൻഡ് പൊന്നമ്മ ചേച്ചിക്ക് സ്വീകാര്യമല്ലായിരുന്നു എന്നാണ് നമ്മുടെ ആലപ്പി അഷ്റഫ് പറയുന്നത്. അതോടുകൂടി ആ ബന്ധത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തു. പിന്നീട് കവിയൂർ പൊന്നമ്മ വിവാഹിതയായി. കവിയൂർ പൊന്നമ്മ റോസി എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവായിട്ടുള്ള മണിസ്വാമി ആയിട്ട് വിവാഹിതയായി. മണിസ്വാമിയായിട്ട് വളരെ പഴയ ചിത്രമാണ്. അപ്പോൾ ഈ റോസി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ മണിസ്വാമിയായിട്ട് വിവാഹിതയായെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന അത്രയും വളരെ ഫ്ലറിഷ്ഡ് ആയിരുന്നില്ല കവിയൂർ പൊന്നമ്മയുടെ ജീവിതം എന്ന് പറയുന്നത്. സിനിമയിൽ സ്നേഹനിധിയായിട്ടുള്ള അമ്മയായിരുന്നെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ കവിയൂർ പൊന്നമ്മയും കവിയൂർ പൊന്നമ്മയുടെ സന്താനങ്ങളും പിണങ്ങി ഒക്കെ കഴിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സാറിന് വിശ്വസിക്കാൻ സാധിക്കും? അങ്ങനത്തെ ഒരു സാഹചര്യം. ഈ ജീവിതം വേറെ, അഭ്രവാളി വേറെ, സിനിമ വേറെ, ജീവിതം വേറെ. അപ്പോൾ കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ചുനാൾ ആ ബന്ധം മുന്നോട്ട് പോയി. അതിനുശേഷം ആ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാവാനുള്ള കാരണം അത് കവിയൂർ പൊന്നമ്മയുടെ പ്രശ്നമല്ല. മണിസ്വാമി മറിച്ച് ഒരു മദ്യപാനിയായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു മണിസ്വാമി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ മദ്യം എന്ന് പറയുന്ന വില്ലൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ശാരീരിക, സാമ്പത്തിക, മാനസികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സകലതും ഒലിച്ചു തകർന്നടിയും. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ ഒരു കോടീശ്വരന്മാർ മദ്യപിക്കുന്നില്ലേ? കോടീശ്വരൻ അവർ ഇപ്പോൾ ഒരു 1000 കോടി ആസ്തിയുള്ള ആൾ മദ്യപിക്കുന്നു, അയാൾ ജീവിതകാലം 1000 കോടിക്കും മദ്യപിക്കൂ. പക്ഷേ ഇതിൽ തമിഴ്നടൻ രജനീകാന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് പിഴവ് സംഭവിക്കും. അങ്ങനെ തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന പിഴവാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കാലിടറാനുള്ള
അത് സാമ്പത്തികത്തെ ബാധിക്കും സ്വാഭാവികമായിട്ടും. അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ മനസ്സ് വളരെ ഗള്ളിബിളാവും. അങ്ങനെ വളരെ വലിയ ഇത്. അപ്പോൾ അങ്ങനെ കവിയൂർ പൊന്നമ്മയുടെ ജീവിതം, ഈ മണിസ്വാമി എന്ന് പറയുന്ന വ്യക്തി ഒരു മദ്യപാനി ആയതുകൊണ്ട്, ഒരു ഡ്രങ്കാർഡ് ആയതുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കവിയൂർ പൊന്നമ്മയും അദ്ദേഹവും പിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയെ തേടി ഒരു സന്ദേശം എത്തുന്നു. കവിയൂർ പൊന്നമ്മ മനസ്സിലാക്കുന്നു മണിസ്വാമി എന്ന് പറയുന്ന തൻ്റെ ആദ്യത്തെ ഭർത്താവ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും മറ്റും ഭിക്ഷ എടുത്ത് ജീവിക്കുന്നു, കടത്തെണ്ണയിൽ കിടന്നുറങ്ങുന്നു, ഒരു നേരത്തെ ഭക്ഷണത്തിനായി അദ്ദേഹം അലഞ്ഞു തിരിയുകയാണ്, ഭിക്ഷയാചിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനുശേഷം കവിയൂർ പൊന്നമ്മയ്ക്ക് വലിയ ഒരു സ്വഭാവമുള്ളത്, നല്ലൊരു സ്വഭാവമാണത്. താൻ എന്ത് തീരുമാനം എടുക്കാൻ പോയാലും അഭിപ്രായങ്ങൾ തേടും. അങ്ങനെ അവർ അഭിപ്രായങ്ങൾ പല ആൾക്കാരോടും തേടിയത് അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവന്ന് പരിചരിക്കട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു നല്ല കാര്യമാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നു. മരണം വരെ കവിയൂർ പൊന്നമ്മ അദ്ദേഹത്തെ പരിചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത്രയ്ക്കൊരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമ കൂടെയാണ്. തൻ്റെ ജീവിതം തകർന്നു പോയെങ്കിലും ആ തകർത്തയാളെ പിന്നീട് കവിയൂർ പൊന്നമ്മ റീഗെയിൻ ചെയ്ത് കൊണ്ടുവന്ന് തിരിച്ച് അയാൾക്കുള്ള സകല കാര്യങ്ങളും നോക്കി മരണം വരെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായും കവിയൂർ പൊന്നമ്മ ഏറ്റെടുത്ത് നടത്തിയ ശേഷമാണ് കവിയൂർ പൊന്നമ്മയും അഭ്രപാളിയിലേക്ക് മറഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്.